നമസ്കാരം. സിനിമകളുടെ ലാഭവിഹിതം പെരുപ്പിച്ചു കാട്ടാൻ മലയാള സിനിമയിൽ ഇടനില സംഘങ്ങൾ സജീവമെന്ന് റിപ്പോർട്ട്. ആളില്ലാത്ത സിനിമകൾക്ക് കാണികളെ എത്തിക്കാനും തിയേറ്റർ ബുക്കിംഗ് ആപ്പുകളിൽ റേറ്റിംഗ് വ്യാജമായി കൂട്ടാനുമാണ് ഇടനിലക്കാർ പ്രവർത്തിക്കുന്നത്. കള്ളപ്പണം വെളുപ്പിക്കാൻ ലാഭവിഹിതം പെരുപ്പിച്ചു കാട്ടി എന്ന ആരോപണത്തിൽ മഞ്ഞുമൽ ബോയ്സ് സിനിമാ നിർമ്മാതാക്കൾക്കെതിരെ ED അന്വേഷണം നടക്കുന്നതിനിടെയാണ് ഇത്തരം ഇടപാടുകൾ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നത്. തകർത്തു പൊളിച്ചു മാരകം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കുന്ന പല വിശേഷണങ്ങളും വന്ന വഴി കണ്ടല്ലോ. ചില സിനിമകളൊക്കെ OTTയിൽ കണ്ട് ഇതാണോ ഇത്ര വലിയ ഹൈപ്പ് ഉണ്ടാക്കിയത് എന്ന് നമ്മൾ പലതവണ ചിന്തിച്ചിട്ടുണ്ട്. പേരൊന്നും പറയുന്നില്ല, പക്ഷേ പലതും ഉണ്ട് അങ്ങനെ. കാശ് കൊടുത്ത് വാങ്ങുന്ന റിവ്യൂവും റേറ്റിങ്ങുകളുമാണ് ഇതിനൊക്കെ പിന്നിൽ എന്ന കാര്യമാണ് പുറത്തു വരുന്നത്. മലയാളത്തിൽ കുറേ നാളായി സിനിമകളുടെ പെരുമഴക്കാലമാണ്. റിലീസ് ചെയ്ത് 2 ദിവസം കഴിഞ്ഞാൽ ഏതും പിന്നെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാണ്. 4 ആൾ കയറാത്ത സിനിമ പോലും റേറ്റിംഗ് ചാർട്ടുകളിൽ ഒന്നാമത് എത്തുന്നു. മലയാളത്തിലെ ചില സിനിമാ നിർമ്മാതാക്കളിൽ നിന്നാണ് തിയേറ്ററുകളിലേക്ക് ആളെ കയറ്റുന്ന ഇടനില സംഘങ്ങളെക്കുറിച്ച് അറിഞ്ഞത്. മീനച്ചിൽ ഡയറീസ് എന്ന പേരിൽ ഒരു സിനിമ എടുക്കുന്നു. ഓഗസ്റ്റ് 15-ന് റിലീസ്. താരങ്ങളൊന്നുമില്ല. OTT അടക്കം വിറ്റുപോകാൻ വേണ്ട ഗിമ്മിക്ക് വേണമെന്നാവശ്യപ്പെട്ടു. ഇതോടെയാണ് അമ്പരപ്പിക്കുന്ന വിവരമറിഞ്ഞത്. 50 സെൻറ്ററുകളിൽ വരെ തിയേറ്ററുകളിലേക്ക് ആളെ കയറ്റി തരും. കൊച്ചിയിൽ മാളുകളിൽ അടക്കം എല്ലായിടത്തും ആളുണ്ട്. ഓരോ ഷോയ്ക്കും ആളെ കയറ്റും. ടിക്കറ്റ് ചാർജിന് പുറമെ ഓരോ ടിക്കറ്റിനും സർവീസ് ചാർജും വേണം. തിയേറ്റർ ആപ്പുകൾ വഴി ടിക്കറ്റുകൾ ബുക്ക് ചെയ്യും. ഇതിൻ്റെ രസീതും കയറിയവരുടെ ചിത്രങ്ങളും തെളിവായി അയച്ചു തരും. എല്ലാ ദിവസവും വൈകുന്നേരം കണക്ക് സെറ്റിൽ ചെയ്യണം. പ്രേക്ഷകർ കൈവിട്ട സിനിമകൾക്ക് പോലും കിടു, സൂപ്പർ, പൊളി എന്നൊക്കെ റിവ്യൂവും റേറ്റിംഗും വരുത്തുന്നതിനും വേറെ കാശ് കൊടുക്കണം. ഇങ്ങനെ റിവ്യൂവും റേറ്റിംഗും എഴുതിച്ച് ആളെ കയറ്റിയിട്ട് നിർമ്മാതാക്കൾക്ക് എന്താണ് ഗുണമെന്ന് തോന്നും. OTT വിൽപ്പനയാണ് നിർമ്മാതാക്കളുടെ പ്രധാന വരുമാന സ്രോതസ്സ്. തിയേറ്ററുകളിൽ അത്യാവശ്യം ഓടിയ സിനിമകളെ വാങ്ങാൻ ആളുണ്ടാവും. സാറ്റലൈറ്റ് വിൽപ്പനയ്ക്കും ഓടിയ സിനിമകൾ തന്നെ വേണം. റിലീസ് ദിവസം തന്നെ കാശ് കൊടുത്ത് പോസിറ്റീവ് റിവ്യൂ എഴുതിച്ചാലേ തിയേറ്റർ ആപ്പുകളിലെ കമൻറ്റ്സ് നോക്കി ആൾ കയറും. കാശ് കൊടുത്ത് ആളെ കയറ്റുന്നതിലൂടെ കൂടുതൽ ദിവസങ്ങൾ തിയേറ്ററിൽ ഓടിയെന്ന് വരുത്തി തീർക്കാം. അതുവഴി കൂടുതൽ കച്ചവടവും നടക്കും. കള്ളപ്പണം വെളുപ്പിക്കേണ്ടവർക്ക് അതിനുള്ള വഴി കൂടിയാണ് ഇത് എന്നാണ് കേന്ദ്ര ഏജൻസികൾ സംശയിക്കുന്നത്. വ്യാജ മാർക്കറ്റിംഗ് തന്ത്രങ്ങളിലൂടെ സിനിമയെ വിറ്റ് കാശാക്കുന്ന ഇത്തരം പ്രവണതകൾക്കെതിരെ ചില നിർമ്മാതാക്കൾ തന്നെ സിനിമാ സംഘടനകൾക്ക് പരാതി നൽകിയിട്ടുണ്ട്. കോടികൾ മുടക്കി സ്വന്തമാക്കിയ മലയാള സിനിമകൾ പലതും കൈപൊള്ളിച്ചതോടെ OTT പ്ലാറ്റ്ഫോമുകൾ അവരുടെ നയം മാറ്റിയിരുന്നു. വിജയിച്ച ചിത്രങ്ങൾ മാത്രം ചെറിയ തുകയ്ക്ക് എടുത്താൽ മതിയെന്ന് പ്രമുഖ OTT പ്ലാറ്റ്ഫോമുകൾ തീരുമാനിച്ചതോടെ 100-ലേറെ സിനിമകൾ വെളിച്ചം കാണില്ല എന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു. വീണ്ടും തിയേറ്ററിനെ മാത്രം ആശ്രയിച്ച് മുടക്കുമുതൽ തിരിച്ചുപിടിക്കേണ്ട അവസ്ഥയിലായി മലയാള സിനിമ. മുൻനിര OTT പ്ലാറ്റ്ഫോമുകൾ പലതും പ്രാദേശിക സിനിമകൾക്ക് വേണ്ടിയുള്ള ബജറ്റ് വലിയ തോതിൽ വെട്ടിക്കുറച്ചിട്ടുണ്ട്. സ്വന്തമായി വെബ് സീരീസുകൾ നിർമ്മിക്കാനാണ് OTT കമ്പനികൾക്ക് ഇപ്പോൾ താൽപ്പര്യം. കോവിഡിൻ്റെ സമയത്തായിരുന്നു OTT പ്ലാറ്റ്ഫോമുകൾ ഒന്നും നോക്കാതെ സിനിമകൾ വാങ്ങിക്കൂട്ടിയത്. തിയേറ്ററിൽ റിലീസ് ചെയ്യാത്ത പടങ്ങൾ പോലും OTT കമ്പനികൾ വലിയ തുക മുടക്കി വാങ്ങി. ലോക്ക്ഡൗൺ കാലത്ത് OTT പ്ലാറ്റ്ഫോമുകളിലേക്ക് വരിക്കാരെ എത്തിക്കാൻ ഈ സിനിമകൾക്ക് സാധിച്ചിരുന്നു. എന്നാൽ ട്രെൻഡ് മാറിയത് വളരെ പെട്ടെന്നാണ്. OTT മാത്രം ലക്ഷ്യമിട്ട് വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ തട്ടിക്കൂട്ട് പടങ്ങൾ കൂടുതലായി വന്നതോടെയാണ് പ്രതിസന്ധി തുടങ്ങുന്നത്. പ്രാദേശിക സിനിമകൾ വാങ്ങാൻ ഏജൻസികളെ ഏൽപ്പിക്കുകയായിരുന്നു മുൻപുള്ള പതിവ്. OTT പ്ലാറ്റ്ഫോമുകൾക്ക് ലഭിച്ച പല ചിത്രങ്ങളും വേണ്ടത്ര നേട്ടം സമ്മാനിക്കാതെ വന്നതോടെ രീതി മാറ്റി. കമ്പനികൾ നേരിട്ട് പടം വാങ്ങിത്തുടങ്ങി. എന്നിട്ടും കാര്യമായ മാറ്റം ഉണ്ടാകുന്നില്ല എന്ന് കണ്ടതോടെയാണ് മലയാള സിനിമയിൽ കൂടുതൽ നിക്ഷേപം ഇറക്കേണ്ട എന്ന് കമ്പനികൾ തീരുമാനിച്ചത്. OTT പ്ലാറ്റ്ഫോമുകൾ വഴി സിനിമ പ്രദർശിപ്പിച്ചാലും തൊട്ടടുത്ത ദിവസം ടെലിഗ്രാമിൽ ഉൾപ്പെടെ വ്യാജ പതിപ്പ് ഇറങ്ങും. മിക്കവരും ഇത്തരത്തിലാണ് സിനിമ കാണുന്നത്. OTT പ്ലാറ്റ്ഫോമുകളിലേക്ക് ആളുകയറാതായതോടെ മലയാളം ഉൾപ്പെടെ പ്രാദേശിക ഭാഷകളിലെ സിനിമകളോട് കമ്പനികൾക്ക് താൽപ്പര്യവും കുറഞ്ഞു. മുൻപ് സൂപ്പർ സ്റ്റാറുകളുടെ ചിത്രങ്ങൾക്ക് ഡിമാൻഡുണ്ടായിരുന്നു. തിയേറ്ററിൽ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും സൂപ്പർ സ്റ്റാറുകളുടെ സാന്നിധ്യം മാത്രം മതിയായിരുന്നു OTT അവകാശം വിറ്റുപോകാൻ. ഇപ്പോൾ സ്ഥിതി മാറി. പ്രമുഖ യുവതാരത്തിൻ്റെ 4ഓളം ചിത്രങ്ങൾ വാങ്ങാൻ ആളില്ലാതെ ഷെൽഫിലാണ്. ഈ ചിത്രങ്ങൾ തിയേറ്ററിലും ദയനീയ പ്രകടനമാണ് കാഴ്ചവെച്ചത്. തിയേറ്ററിൽ ഹിറ്റായ ചിത്രങ്ങൾക്ക് പോലും ഇപ്പോൾ തീരെ ചെറിയ തുക മാത്രമാണ് OTTക്കാർ വാഗ്ദാനം ചെയ്യുന്നത്. വേണമെങ്കിൽ ഈ തുക വാങ്ങി സിനിമ കൊടുക്കാം, ഇല്ലെങ്കിൽ കിട്ടുന്നതും കൂടി ഇല്ലാതാകും എന്നതാണ് അവസ്ഥ. OTT കമ്പനികൾ സ്വന്തമായി വെബ് സീരീസുകൾ നിർമ്മിക്കാൻ തീരുമാനിച്ചതും സിനിമയ്ക്ക് തിരിച്ചടിയായി എന്ന് വിലയിരുത്തപ്പെടുന്നു.